ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ്. ഞാൻ ആർഡൻ ഹെൽത്ത് കെയറിലെ നഴ്സിംഗ് സൂപ്പർവൈസറാണ്. നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ട്രക്കിയോസ്റ്റമി കെയർ ആണ്. ഒരു പേഷ്യൻറ്റിന് വളരെ സ്റ്റെറൈലായി ഹൈജീനിക്കായും ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ട്രക്കിയോസ്റ്റമി കെയർ എന്നത്. ഒരു ട്രക്കിയോസ്റ്റമി കെയർ എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ അസസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വൈറ്റൽസ് അസസ്മെൻറ്റും അതുപോലെ തന്നെ എയർവേയും നമ്മൾ ഒന്ന് അസസ് ചെയ്യുക. അടുത്തതായിട്ട് ഇന്നർ ക്യാനുല റിമൂവ് ചെയ്ത് ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോമാസൈറ്റ് ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും നമ്മൾ ചെയ്യുക. പിന്നെ ഈ ടാഗ് കൂടി ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എയർവേ മെയിൻറ്റെയിൻ ആകുമ്പോഴാണ് നമ്മുടെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമുക്ക് പ്രൊസീജിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അടുത്തായിട്ട് നമുക്ക് ഹാൻഡ് വാഷിംഗ് ആണ് ചെയ്യേണ്ടത്. ഏതൊരു പ്രൊസീജിയറിന് മുന്നേയും നമ്മൾ ഹാൻഡ് വാഷിങ് മസ്റ്റാണ്. ഞാനിപ്പോൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ ബെഡ് സൈഡിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് എക്സാമിനേഷൻ ഗ്ലൗസ് ആണ്. നമുക്ക് ഇന്നർ ക്യാനുല റിമൂവ് ചെയ്ത് ക്ലീനിങ്ങിനായിട്ട് മാറ്റി വയ്ക്കണം. അതോടൊപ്പം പേഷ്യൻറ്റിൻ്റെ പഴയ ഡ്രസ്സിങ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. നമുക്ക് ക്യാനുല റിമൂവ് ചെയ്യാം. ട്രക്കിയോസ്റ്റമി ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഇന്നർ ക്യാനുല അൺലോക്ക് ചെയ്തിട്ട് വളരെ പതുക്കെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം. നമ്മുടെ കൈ ഡൗൺവേർഡ് പൊസിഷനിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് ഡ്രസ്സിങ് കൂടി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ട്രക്കിയോസ്റ്റമി ഹോൾഡ് ചെയ്ത് ആർട്ടറി ഫോർസെപ്സ് ഉപയോഗിച്ച് വളരെ ജെന്റ്ലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഗ്ലൗസ് റിമൂവ് ചെയ്തു. നമുക്ക് ഒരിക്കൽ കൂടി ഹാൻഡ് വാഷ് ചെയ്യണം. ഇനി നമ്മൾ സ്റ്റെറൈൽ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ക്ലീനിങ്ങിനായിട്ട് സ്റ്റെറൈൽ ഗോസ് പീസ് എടുക്കുക. സലൈനിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോമാസൈറ്റിൻ്റെ ഇന്നർ ടു ഔട്ടർ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഗോസ് പീസ് ഡിസ്കാർഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പുതിയത് എടുത്തിട്ട് അടുത്ത ഏരിയ നമുക്ക് ഇന്നർ ടു ഔട്ടർ ഏരിയയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം അത് ഡിസ്കാർഡ് ചെയ്യുന്നു, പുതിയത് എടുക്കുന്നു. ഇവിടെയും ഇന്നർ ടു ഔട്ടർ ഏരിയയിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാം. നമുക്ക് സ്റ്റെറൈൽ ഗോസ് പീസ് എടുത്ത് ഡ്രൈ ഗോസ് പീസാണ് ഇത്. ഇന്നർ ടു ഔട്ടർ റീജിയൻ നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ എല്ലാ ഏരിയയും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി പുതിയ ഡ്രസ്സിങ് നമുക്ക് സ്റ്റോമാ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് സ്റ്റെറൈൽ ഗോസ് പീസ് നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും. നമുക്ക് ഇത് ആർട്ടറി ഫോർസെപ്സ് വെച്ച് നമുക്ക് ഇത് ഡ്രസ്സിങ് ക്ലിയർ ചെയ്യാം. ഇനി ഇന്നർ ക്യാനുല ഇൻസേർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ക്യാനുല നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇന്നർ ക്യാനുല റീഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ അപ്വേർഡ് പൊസിഷനിൽ പിടിച്ച് അത് റൗണ്ട് ചെയ്ത് വളരെ ജെന്റ്ലി പുഷ് ചെയ്താൽ മതിയാവും. ഇന്നർ ക്യാനുല ലോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ടാഗ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പേഷ്യൻറ്റിൻ്റെ എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്ത ബയോ വേസ്റ്റ് പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിസ്കാർഡ് ചെയ്യുക. ഒരു ട്രക്കിയോസ്റ്റമി രോഗിക്ക് ദിവസവും ലഭിക്കേണ്ട കെയറിനെ പറ്റിയാണ് നമ്മളിവിടെ വിവരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. Thank you.